നമ്മളോട് ഒരാൾ സഹായം ചോദിച്ചാൽ നമുക്ക് പറ്റുന്ന സഹായമാണെങ്കിൽ മാത്രമേ നമ്മളത് ചെയ്തു കൊടുക്കാറുള്ളൂ. അവരെത്ര യാചിച്ചാലും എത്ര കെഞ്ചിയാലും എങ്ങനെയായിരുന്നാലും നമ്മളങ്ങനെ ചെയ്തു കൊടുക്കാറുള്ളൂ. സുധിമോൾ MC, അതായത് നമ്മുടെ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന് പറഞ്ഞ പ്രോഗ്രാമിലൂടെ ഫേമസ് ആയിട്ടുള്ള ഈ ഒരു കലാകാരി, ഈ ഒരു ചേച്ചി ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടാണ് ഇതുവരേക്കും എത്തിയത്. അത് അവരന്ന് ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന് പറയുന്ന പ്രോഗ്രാമിന് വന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും കൂടുതൽ കാര്യങ്ങൾ നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് നല്ല മനസ്സുകളുടെ സഹായം കൊണ്ട് ഇന്ന് ഒരു വീട് വയ്ക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്കാണ് ഇപ്പോൾ സുധിമോൾ MC പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി ആളുകൾ ഇതിനെതിരെ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നുണ്ട്. അതായത് സുധിമോൾക്കും അവരുടെ ഹസ്ബൻഡിനും ആരോഗ്യമുണ്ടല്ലോ, അപ്പോൾ അവർക്ക് എന്തായാലും പണിയെടുത്തിട്ടൊരു വീട് വെച്ചുകൂടെ, ഇങ്ങനെ സഹായം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? അതുപോലെ തന്നെ ഒരു വീട് അവർക്ക് വെക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ ഇനിയിപ്പോൾ യൂട്യൂബ് വരുമാനമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൊണ്ടങ്ങ് വെച്ചുകൂടെ? തൽക്കാലം ഈ ഒരു അവസ്ഥയിൽ കിടക്കാതെ ഒരു വാടക വീട്ടിലേക്ക് മാറിക്കൂടെ? അല്ലാതെ ഈ അവസ്ഥ തന്നെ ചൂണ്ടിക്കാണിച്ച് ഇങ്ങനെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കണോ എന്ന് ചോദിച്ച് ഒരുപാട് പേര് നെഗറ്റീവ് പറയുന്നുണ്ട്. ഇത് പോരാഞ്ഞിട്ട് കുറേ അധികം ആളുകൾ വീഡിയോസും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവരോടും അതുപോലെ തന്നെ വീഡിയോസ് ചെയ്യുന്നവരോടും എനിക്കൊന്നേ ചോദിക്കാനുള്ളൂ, നിങ്ങൾ ആരെയും അവർ പിടിച്ചു പറിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ ആരെയും നിർബന്ധിക്കാനോ വന്നിട്ടില്ല. ഞങ്ങൾക്ക് പൈസ തരണം, ഞങ്ങൾക്ക് വീട് വെക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ആർക്കും പറ്റാത്തൊരു കാര്യം, ഒരു സഹായമൊന്നും ആർക്കും ചെയ്തു കൊടുക്കാനും പോകുന്നില്ല. മറിച്ച് സഹായം ചെയ്യാൻ മനസ്സുള്ള കുറേ അധികം ആളുകൾ അവരുടെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് അവരോട് പറയുന്നുണ്ട്, നിങ്ങളൊന്ന് അക്കൗണ്ട് നമ്പർ താ, ഞങ്ങൾ സഹായിക്കാം അങ്ങോട്ട് ചെന്ന് അവരുടെ അടുത്ത് പറയുകയാണ്. അങ്ങനെ ലാസ്റ്റ് ഇത്രയും അധികം പേര് അവരോട് പറയുന്നത് കണ്ടപ്പോഴാണ് അവർ സത്യം പറഞ്ഞിട്ടുണ്ട് ആ അക്കൗണ്ട് നമ്പറൊക്കെ വെച്ചത്. അവർക്ക് പണിയെടുത്ത് ജീവിക്കാൻ ഒരു മടിയുമുള്ള ആളുകളല്ല. അവർ തന്നെ എന്തുമാത്രം ജോലികൾ ചെയ്തിട്ടുണ്ട്. അവർ തന്നെ പറയുന്നുണ്ട് എന്തുമാത്രം, ഏത് പ്രായം തൊട്ട് അവർ ജോലികൾ ചെയ്യാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ മഴവിൽ മനോരമയിലെ ഈ ഒരു പ്രോഗ്രാമിൽ വന്നപ്പോഴാണ് അവരെ ആളുകൾ അറിയാൻ തുടങ്ങിയത്. അതിക്ക് മുമ്പ് അവർ ജീവിച്ചിട്ടുണ്ട്, അധ്വാനിച്ച് തന്നെയല്ലേ അവർ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ടല്ല അവർ യൂട്യൂബ് ചാനൽ വഴി മുമ്പിലോട്ട് വന്നത്. മറിച്ച് അവർക്ക് യൂട്യൂബ് ചാനലിൽ നിന്നൊരു ഇൻകം കൂടെ കിട്ടും. അങ്ങനെ ഒരു കാര്യം അറിഞ്ഞപ്പോൾ അങ്ങനെ കൂടെ കിട്ടുവാണെങ്കിൽ അവർക്ക് ഉപകാരമായല്ലോ എന്ന് പറഞ്ഞ് തന്നെയാണ് അവർ വന്നത്. അപ്പോൾ മറ്റുള്ളവരാണ് അവരെ സഹായിക്കാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നത്. അങ്ങനെ സഹായിക്കാൻ മനസ്സുള്ളവർ സഹായിക്കട്ടെ, അതല്ലേ വേണ്ടത്. നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരു സഹജീവിയല്ലേ അവരും. സുധിമോളുടെ സാഹചര്യം മനസ്സിലാക്കിയാണ് ഓരോരുത്തരും അവരെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ സഹായിക്കാൻ മനസ്സുള്ളവരെ പിന്തിരിപ്പിക്കുന്ന തരത്തിലുള്ള സംസാരങ്ങൾ നമ്മളായിട്ട് എന്തിനാണ് വെറുതെ? ചിലപ്പോൾ ഓൺലൈൻ ഭിക്ഷാടനം നടത്തുന്നവരുണ്ടായിരിക്കാം, ചിലപ്പോൾ കള്ളക്കഥകൾ പറഞ്ഞ് കാശ് മേടിക്കുന്നവരുണ്ടായിരിക്കാം. അങ്ങനെയുള്ളവരുണ്ട് എന്ന് കരുതി എല്ലാവരും അങ്ങനെയാണെന്ന് പറയരുത്. ഇവർ അത്രയധികം അർഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും അവരെ സഹായിക്കാൻ അങ്ങോട്ട് ചെന്നത്. അവരെ ഇഷ്ടപ്പെടുന്ന, അവരെ രക്ഷപ്പെട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളാണ് അവരെ സഹായിക്കുന്നത്. അങ്ങനെ വലിയ വിശാലമായ മനസ്സുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ സഹായിച്ചോട്ടെ. അതിനെ ഇങ്ങനെ വിമർശിച്ച് കണ്ടന്റ് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? അമ്പലം പണിയാനും പള്ളി പണിയാനും ഒക്കെ പിരിവിട്ട് കൊടുക്കുന്ന നാട്ടിൽ ഒരു വീട് വെക്കാനായിട്ട് ഒരു 10 രൂപ കൊടുത്തു എന്ന് വെച്ചിട്ട്, അതിന് മനസ്സുണ്ടെങ്കിൽ മാത്രം കൊടുത്തു എന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോണില്ലെന്നേ.